ശിക്ഷ പൂർത്തിയാകാൻ ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ അനുസരിച്ചുള്ള വിധിയാണെങ്കിൽ നേരത്തെ വിചാരണ കൂടെ വിധി അനുസരിച്ച് 2 വർഷം കൂടി. അതല്ല, ഈ പരോളിന്റെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും? പ്രതികൾക്ക് ഏത് രീതിയിലായിരിക്കാം ഈ കാലാവധിക്ക് ഉള്ളിൽ പരോളിന്റെ കാര്യം അത് എടുത്തു പറയുന്നുണ്ടോ വിധിയിൽ? പ്രജീഷ്, പരോളിന്റെ കാര്യത്തിലുള്ള തീരുമാനം ആ ഉത്തരവിന്റെ പൂർണ്ണരൂപം പുറത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് വ്യക്തമാകുകയുള്ളൂ. ഇപ്പോഴും ആ ഉത്തരവ് പൂർണ്ണമായിട്ടില്ല. ജഡ്ജ്മെന്റ് കോടതി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഓരോ പ്രതികളുടെയും കൃത്യമായും അവർക്ക് ചുമത്തപ്പെട്ടിരിക്കുന്ന പിഴ അടക്കം കോടതി വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ കൊലയാളി സംഘത്തിൽപ്പെട്ട ആ 7 പേരുടെ കാര്യത്തിലുള്ള തീരുമാനം വന്നു കഴിഞ്ഞു. ഇനി ഓരോ പ്രതികളുടെയും കാര്യത്തിൽ തീരുമാനം വരാനിരിക്കുന്നു. അത് പിഴയുടെ കാര്യത്തിലാണ്. പക്ഷേ പൊതുവായി കോടതി ഓരോ പ്രതികൾക്കും എന്ത് ശിക്ഷയാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു. വധശിക്ഷയിലേക്ക് പോകാത്തതിന്റെ കാരണം എന്ത് എന്നത് കോടതി വിശദീകരിച്ചു. ഇതിനുശേഷമാണ് കോടതി ശ്രദ്ധാനന്ദ കേസ് എടുത്തു പറഞ്ഞുകൊണ്ട് ആ ശ്രദ്ധാനന്ദ കേസിൽ സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ കോടതികൾക്ക് ശിക്ഷയിൽ മാറ്റം വരുത്താനുള്ള അവകാശമുണ്ട്. ആ അവകാശം ഉപയോഗിച്ചുകൊണ്ട് വിചാരണ കോടതി വിധിച്ചിരുന്ന ജീവപര്യന്തം കഠിന തടവ്, ആ കഠിന തടവിൽ 20 വർഷത്തേക്ക് ഒരു തരത്തിലുള്ള പുനരാലോചനയും പാടില്ല എന്ന നിർദ്ദേശം സർക്കാരിന് മുന്നിൽ വച്ചുകൊണ്ടാണ് ഈ ഉത്തരവിലേക്ക് കോടതി കടന്നിരിക്കുന്നത്. അതായത് ഈ പ്രതികളുടെ ജീവപര്യന്തം കഠിന തടവ് കോടതി ശക്തമായി ഉറപ്പാക്കുന്നു. അവർ 14 വർഷത്തിന് ശേഷം സർക്കാരിൽ നിന്ന് ശിക്ഷാ ഇളവ് നേടി പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന കാര്യം കോടതി ഉറപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ കേസിലെ 1 മുതൽ 7 വരെ പ്രതികളിൽ 6ാം പ്രതി അണ്ണൻ സിജിത്ത് ഒഴികെയുള്ള മറ്റ് 6 പ്രതികൾക്കും, കൊലയാളി സംഘത്തിലുള്ള 6 പ്രതികൾക്കും ജീവപര്യന്തം കഠിന തടവ് പുതുതായി കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതായത് കൊലപാതകത്തിലെ ഗൂഢാലോചനയിലാണ് ആ ശിക്ഷ വരുന്നത്. ആ ശിക്ഷ പ്രതികൾ ഇതുവരെ അനുഭവിച്ചു തുടങ്ങിയിട്ടില്ല. അവർ ഇന്നു മുതലാണ് ആ ശിക്ഷ അനുഭവിച്ചു തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ 2024 മുതൽ 2044 വരെ അവർക്ക് യാതൊരു തരത്തിലുള്ള ശിക്ഷാ ഇളവിനും ഈ TP കേസിലെ ആദ്യത്തെ 6 പ്രതികളുടെ, അതായത് 6ാം പ്രതി ഒഴികെ 7 വരെയുള്ള പ്രതികളുടെ കാര്യത്തിൽ ഉണ്ടാവില്ല എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ പ്രതികൾ നേരത്തെ ബിനിൽ സൂചിപ്പിച്ചതുപോലെ സർക്കാരിന്റെ ഇളവിലേക്ക് ആ രീതിയിലുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് ഈ വിധി വരുന്നത്. അതായത് ഈ 20 വർഷം നേരത്തെ ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 2044 വരെ ഒരു തരത്തിലുള്ള ഇളവുകളും പരോളിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടായിട്ടായാലും അങ്ങനെ വേറെ ഒരു തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യവും ഈ പ്രതികൾ അനുഭവിക്കാൻ അർഹരല്ല എന്ന് കോടതി കണിശമായി പറയുകയാണോ? തീർച്ചയായും അതുതന്നെയാണ് കോടതി കൊലയാളി സംഘങ്ങളിൽ ഉൾപ്പെട്ട 6ാം പ്രതി അണ്ണൻ സിജിത്ത് ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിൽ വരാൻ പോകുന്നത് അതാണ്. കാരണം അവർ കൊലപാതകത്തിന്റെ ഗൂഢാലോചന കുറ്റത്തിൽ ഇന്നാണ് ശിക്ഷിക്കപ്പെടുന്നത്. ഇന്ന് അവർക്കതിൽ ജീവപര്യന്തം തടവ് ശിക്ഷയിലേക്ക് വരുന്നു. അപ്പോൾ 20 വർഷം എന്ന് പറയുമ്പോൾ അത് ഇന്നു മുതൽ 20 വർഷമാണ്. ആ 6 പ്രതികളുടെ കാര്യത്തിൽ, മറ്റു പ്രതികളുടെ കാര്യത്തിൽ അവർ നിലവിൽ 12 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. അവരുടെ കാര്യത്തിലാണെങ്കിൽ ഇനിയൊരു 8 വർഷം കഴിഞ്ഞാൽ മാത്രമേ അവരുടെ കാര്യത്തിൽ ഈ ജീവപര്യന്തം കഠിന തടവിൽ ഒരു പുനരാലോചനയിലേക്ക് പോലും പോകാൻ കഴിയുള്ളൂ. അത് തടഞ്ഞുകൊണ്ട് തന്നെയാണ് കോടതിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ കേസിലെ പ്രതികൾക്ക് വധശിക്ഷയിലേക്ക് പോകാത്തത് കൊണ്ട് ഒരു കാര്യം കൂടിയുണ്ട്. സുപ്രീം കോടതിയിൽ ഇവരുടെ അപ്പീൽ പോയി കഴിഞ്ഞാൽ വധശിക്ഷ വിധിച്ചാൽ അത് 6 മാസത്തിനകം സുപ്രീം കോടതിക്ക് അത് പരിഗണിക്കേണ്ടി വരും. ആ വധശിക്ഷയുടെ കാര്യത്തിലുള്ള തീരുമാനത്തിൽ സുപ്രീം കോടതിക്ക് ആ അപ്പീൽ പരിഗണിക്കേണ്ടി വരും. ഇപ്പോൾ ജീവപര്യന്തം കഠിന തടവ് ആ ശിക്ഷയായതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ സ്വാഭാവികമായും ഇതിന്റെ അപ്പീൽ പോയാലും അപ്പീലിൽ തീരുമാനം വരാൻ ഇനിയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. സ്വാഭാവികമായും TP കേസിലെ പ്രതികൾക്ക് അടുത്തൊന്നും ഈ പുറത്തേക്ക് വരാൻ കഴിയില്ല. അവരെ